ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ട്വിൻ ഫെയറീസ് ആൻഡ് മോം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ കാണിക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിലും വളരെ രുചികരമായ ഹെൽത്തി ആയിട്ടുള്ളൊരു സ്വീറ്റ് പൊട്ടറ്റോൻ്റെ റെസിപ്പിയാണ്. കുറച്ച് ചേരുവകൾ മാത്രം ഉപയോഗിച്ച് കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി റെസിപ്പി. അപ്പോൾ നമുക്ക് സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ സ്വീറ്റ് പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം, കാര്യം മണ്ണൊക്കെ ഉണ്ടായിരിക്കും. ഇനി നമുക്കത് ഒരു ഇഡ്ഡലി കുട്ടുവത്തിലോട്ട് വെച്ച് കൊടുക്കാം. ആവിയിൽ നമുക്ക് പുഴുങ്ങിയെടുക്കാം. അപ്പോൾ ഞാനത് ചെറിയ പീസസ് ആയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ആ മുറിച്ചെടുത്തത് നമുക്ക് ഇതിലോട്ട് വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് അതൊന്ന് കുക്കാവുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ നമുക്കിത് കുക്കായി കിട്ടും. അപ്പോൾ അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് ആവിയെല്ലാം പോയതിന് ശേഷം തണുത്തതിന് ശേഷം നമുക്കതിൻ്റെ തൊലിയൊക്കെ ഒന്ന് പൊളിച്ച് കൈ കൊണ്ട് തന്നെ പൊളിച്ച് കളയാം. അപ്പം ചൂടൊക്കെ മാറിയതിന് ശേഷം നമുക്ക് കൈ എടുത്ത് നമുക്ക് പതുക്കായിട്ട് ഇങ്ങനെ പൊളിച്ചെടുക്കാം. അപ്പോൾ അതെല്ലാം ഞാനിവിടെ പൊളിച്ചെടുത്തിട്ടുണ്ട്. പൊളിച്ച് നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇത് പൊളിച്ചെടുത്തതാണ്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് സ്മാഷ് ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ ചെറിയ ഫോർക്ക് കൊണ്ട് തന്നെ നന്നായിട്ട് വെന്തിട്ടുണ്ടല്ലോ, അപ്പം നമുക്കിങ്ങനെ നന്നായിട്ട് സ്മാഷ് ചെയ്തിട്ട് അത് എടുക്കാം. സ്മാഷ് ചെയ്ത് എടുത്തിട്ട് ഇനി നമുക്ക് ഇതിലോട്ട് നമ്മുടെ ചേരുവകൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ എടുക്കുന്നത് ഒരു സവാള ചെറുതായിട്ട് കുനുകുന അരിഞ്ഞതാണ്. അപ്പം നമുക്ക് ഈ ഒരു പാത്രത്തിലോട്ട് നമുക്ക് സവാള നമുക്ക് ഇട്ട് കൊടുക്കാം. അത് ചെറിയ പീസസ് ആയിട്ട് അരിയുന്നതാണ്. അത് നല്ലൊരു ടേസ്റ്റ് കിട്ടാനും ഇത് നമുക്ക് തയ്യാറാക്കാനും എളുപ്പത്തിനായിട്ടാണ് കുഞ്ഞു കുഞ്ഞു പീസസ് ആയിട്ട് ചോപ്പറിൽ അരിഞ്ഞെടുത്താലും മതിയായിരിക്കും. എന്നിട്ട് നമുക്ക് ആ സ്വീറ്റ് പൊട്ടറ്റോ നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് വേണ്ടത് ഇഞ്ചിയാണ്. ഒരു എരിവിന് ആവശ്യമായിട്ടുള്ള ഇഞ്ചി, പച്ചമുളക് വേണമെങ്കിൽ ചേർക്കാം. ഞാനിവിടെ ചേർത്തിട്ടില്ല. പിന്നെ നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് എരിവിന് മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടുന്നത് റാഗി പൊടി ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഇട്ട് കൊടുക്കുന്നത് ഗോതമ്പ് പൊടിയാണ്. അപ്പോൾ കുറച്ചുകൂടെ ഹെൽത്തി ആവണമെങ്കിൽ നമുക്ക് റാഗിയുടെ പൗഡർ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കതൊന്ന് കൈകൊണ്ട് തന്നെ ഒരു ഡോ, നമുക്ക് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നത് പോലെ ഒരു ഡോ പോലെ നമുക്ക് കുഴച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ മാവ് നമുക്ക് ഇനിയും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ അതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഇങ്ങനെ ഉരുളയാക്കി പിടിക്കാനും ഒക്കെ എളുപ്പമുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് കൂടെ മാവ് നമുക്ക് ഇട്ട് കൊടുക്കാം. കാര്യം കുറച്ച് അതൊരു ലൂസ് പോലെയാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടെ മാവിട്ട് നമുക്കതൊരു ചപ്പാത്തിയുടെ ഡോ പോലെയൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാം. അതിനുശേഷം അതിൻ്റെ പുറത്തോട്ട് നമുക്ക് ഒരു സ്പൂണ് നെയ്യും കൂടെ ഇട്ട് കൊടുക്കാം. നെയ്യും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിനി വാഴയില എടുക്കാം. ഒരു വാഴയില എടുത്തിട്ട് അതിൽ കുറച്ച് നെയ്യ് നമുക്ക് വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ പുറത്ത് നമ്മൾ ഉരുളയാക്കിയെടുത്ത നമ്മളെ ഈ ഒരു മിക്സ് ഉണ്ടല്ലോ, അതായത് സ്വീറ്റ് പൊട്ടറ്റോയുടെ, അത് നമുക്ക് അതിലോട്ട് വെച്ചിട്ട് കൈ കൊണ്ട് പ്രസ് ചെയ്ത് കൊടുത്ത് നമുക്കത് പരത്തിയെടുക്കാം. അപ്പോൾ സൈഡൊക്കെ ഒന്ന് റൗണ്ട് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് കൈ കൊണ്ട് ഇങ്ങനെ വെച്ച് തന്നെ നമുക്ക് ഷേപ്പ് ആക്കി എടുക്കാവുന്നതാണ്. അപ്പം നമ്മൾ ചെറുതായിട്ട് ഉള്ളിയൊക്കെ അരിഞ്ഞിടണമെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇത് ഒന്ന് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമുക്ക് ഒരു റൗണ്ട് ഷേപ്പൊക്കെ ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു തവ വെച്ച് കൊടുക്കാം. തവയൊന്ന് ചൂടായി വരട്ടെ. ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതൊന്ന് നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ചൂടായിരിക്കുവാണ്. ഇനി നമുക്ക് നമ്മളെ റെസിപ്പി, അതായത് നമ്മൾ അട ഇവിടെ ഇട്ട് കൊടുക്കാം. അത് നമുക്കിങ്ങനെ പതുക്കെ വെച്ച് കൊടുക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു മിനിറ്റോളം അതങ്ങനെ കിടന്ന് കഴിയുമ്പോഴത്തേക്ക് അത് പതുക്കെ ഇങ്ങനെ വിട്ട് വരും. ആ ചൂടൊക്കെ അങ്ങനെ പിടിച്ച് പതുക്കെ ഇലയിൽ നിന്ന് നമ്മൾ ഇങ്ങനെ വിട്ട് വരും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു എണ്ണ മയം ഉണ്ടെങ്കിൽ പെട്ടെന്ന് വിട്ട് വരും, അല്ലെങ്കിൽ അത് ഇങ്ങനെ ഒട്ടി പിടിച്ചിരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം അത് കുറച്ച് നേരം വെച്ചതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. അപ്പം പെട്ടെന്ന് തന്നെ വേവുന്നതാണ്. അപ്പോൾ രണ്ട് സൈഡും പെട്ടെന്ന് തന്നെ വെന്ത് വരും. അപ്പം കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് വേവിച്ചു. അതിന് ശേഷം നമുക്കിനി പതുക്കെ ഒന്ന് ഫ്ലിപ്പ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ ഫ്ലിപ്പ് ചെയ്ത് ഇട്ട് കൊടുത്താൽ അതും പതുക്കെ ഒന്ന് നമുക്ക് ഫ്ലിപ്പ് ചെയ്യാം. അപ്പോൾ ഫ്ലിപ്പ് ചെയ്ത് നമ്മൾ ഇട്ട് കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ സ്വീറ്റ് പൊട്ടറ്റോയുടെ അട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ 2 ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി വീഡിയോ എടുക്കാൻ പറ്റിയില്ല.
അപ്പോൾ ഇത് നമുക്ക് കറിയൊന്നും ഇല്ലാതെ തന്നെ കുട്ടികൾക്കാണെങ്കിലും കൊടുക്കാം, മുതിർന്നവർക്കാണെങ്കിലും വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കായിട്ടും അല്ലെങ്കിൽ ഒരു രാത്രിത്തെ ഒരു ഡിന്നറായിട്ടും ഒക്കെ എല്ലാവർക്കും വീട്ടിൽ ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയിലോട്ട് കാണുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.